സ്ഥാനാർത്ഥിത്വത്തിനായുള്ള അവകാശവാദങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും തുടരുമ്പോഴും തൃശൂരിലെ 7 മണ്ഡലങ്ങളിലെ പ്രാഥമിക സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. സിറ്റിംഗ് സീറ്റായ ചാലക്കുടിക്ക് പുറമെ തൃശൂർ, ഒല്ലൂർ, മണലൂർ, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, ചേലക്കര മണ്ഡലങ്ങളിലാണ് ധാരണയായത്. മുതിർന്ന നേതാക്കൾ ചേർന്നെടുത്ത തീരുമാനം AICC അംഗീകരിച്ചാൽ ഉടൻ പട്ടിക പുറത്തിറങ്ങുമെന്നാണ് സൂചന. അതേസമയം തൃക്കാക്കര MLA ഉമാ തോമസിനെ വീണ്ടും മത്സരിപ്പിക്കരുതെന്ന് പ്രാദേശിക നേതാക്കൾ AICCക്ക് പരാതി നൽകി. ഒരു കാലത്ത് പ്രധാന തട്ടകങ്ങളിലൊന്നായിരുന്ന തൃശൂരിൽ ഇത്തവണ വമ്പൻ തിരിച്ചുവരവാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. 2016-ലെയും 2021-ലെയും നിറം മങ്ങിയ പ്രകടനം മറികടക്കാനുള്ള സുവർണാവസരം. സംസ്ഥാനമാകെ അടുത്ത കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അനുകൂല തരംഗം കൂടി പ്രകടമായതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കാലേകൂട്ടിയൊരുങ്ങാനാണ് തീരുമാനം. ഇതേ തുടർന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ കൂടിച്ചേർന്ന് ജില്ലയിലെ 7 മണ്ഡലങ്ങളിലെ പ്രാഥമിക സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചത്. നിലവിലെ സിറ്റിംഗ് സീറ്റായ ചാലക്കുടി ഒഴികെ തൃശൂർ, ഒല്ലൂർ, മണലൂർ, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, ചേലക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചത്. മുതിർന്ന നേതാവും AICC സെക്രട്ടറിയുമായ TN പ്രതാപൻ മണലൂരിലാണ് നിലവിൽ സ്ഥാനാർത്ഥിയാകുന്നതെങ്കിലും ഗുരുവായൂരും കയ്പമംഗലവും അടക്കമുള്ള മണ്ഡലങ്ങളും പരിഗണനയിലുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് സ്വന്തം മണ്ഡലമായ കൊടുങ്ങല്ലൂരിലാകും മത്സരിക്കുക. UDF ജില്ലാ ചെയർമാനും മുതിർന്ന നേതാവുമായ TV ചന്ദ്രമോഹൻ തൃശൂരിൽ ജനവിധി തേടും. UDFന് ശക്തമായ അടിത്തറയുള്ള ഒല്ലൂരിൽ സ്ഥാനാർത്ഥിയാകുക KPCC സെക്രട്ടറി ഷാജി കോടംകണ്ടത്താണ്. LDF ശക്തികേന്ദ്രങ്ങളായ ചേലക്കരയിൽ KPCC ജനറൽ സെക്രട്ടറി KV ദാസനും കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫും മത്സരിക്കും. സിറ്റിംഗ് MLA സനീഷ് കുമാർ ജോസഫ് തന്നെയാകും ചാലക്കുടിയിൽ വീണ്ടും പോരാട്ടത്തിനിറങ്ങുക. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള മുതിർന്ന സംസ്ഥാന നേതാക്കൾ ചേർന്നെടുത്ത തീരുമാനം AICC അംഗീകരിച്ചാൽ ഉടൻ ജില്ലയിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും. KPCC ആസ്ഥാനത്ത് നാളെ നടക്കുന്ന ജില്ലയിലെ പ്രധാന നേതാക്കളുടെ യോഗത്തിനു ശേഷം ഘടകകക്ഷി സീറ്റുകൾ സംബന്ധിച്ചും മറ്റു മണ്ഡലങ്ങൾ സംബന്ധിച്ചും ധാരണയാകും. ഘടകകക്ഷികൾ മത്സരിക്കുന്ന ഗുരുവായൂർ, ഇരിങ്ങാലക്കുട സീറ്റുകൾ കൂടി ഏറ്റെടുക്കണമെന്ന ആവശ്യം ജില്ലാ കോൺഗ്രസിനുള്ളിൽ ശക്തമായതോടെ നാളത്തെ യോഗത്തിൽ ഇക്കാര്യം കൂടി ചർച്ചയാകുമെന്നാണ് സൂചന. അതേസമയം എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയിൽ ഉമാ തോമസ് MLA ഇനി മത്സരിക്കേണ്ട എന്ന ആവശ്യമാണ് ഉയരുന്നത്. MLA എന്ന നിലയിൽ ഉമാ തോമസ് വലിയ പരാജയമാണെന്നാണ് AICCക്ക് പരാതി നൽകിയ കോൺഗ്രസ് പ്രാദേശിക പ്രവർത്തകർ ആരോപിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുകയാണ് MLA. ഫണ്ട് വിനിയോഗത്തിലും വീഴ്ച സംഭവിച്ചെന്ന ആരോപണമുണ്ട്. ഉമാ തോമസിനെ വീണ്ടും മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾക്ക് 5 പരാതിയാണ് നൽകിയിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നും സഹീൻ ആന്റണിക്കൊപ്പം ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.